പഠിച്ചില്ലെങ്കിൽ നാളെ സമരം മാളിക്കത്തും നാളെ സമരം മാളിക്കത്തും മുടിക്കുന്നേ കൊള്ളയാണ് കുറുവാ സംഘം സമരം കേരളത്തിലെ കുറുവാ സംഘം മാത്രമല്ല അടുത്ത വർഷത്തിൽ വീണ്ടും 12 പൈസ ഉയർത്തുമെന്ന ഒരു ഉത്തരവ് കൂടി ഇതിന്റെ കൂടെ പാസാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാർ നമ്മുടെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പ്രിയപ്പെട്ട ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന ഒരു പദ്ധതി തന്നെ അട്ടിമറിച്ചുകൊണ്ട് അദാനിക്ക് വേണ്ടി തീരെഴുതി കൊടുക്കുന്ന പുതിയ വൈദ്യുതി നയമാണ് കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കുന്നത്. ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കേരള ഇലക്ട്രിസിറ്റി ബോർഡ് എന്നുള്ളത് കേരള കുറുവ ഇലക്ട്രിസിറ്റി ബോർഡായി കേരളത്തിലെ സർക്കാർ മാറിയിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ പുന്നപ്ര അടക്കമുള്ള പ്രദേശങ്ങളിൽ കുറുവ സംഘം മോഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത് പോലെ ഈ പാവപ്പെട്ട ജനങ്ങളെ പ്രളയവും കോവിഡും വന്ന് പണമടക്കം പിൻവലിച്ചുകൊണ്ട് 2000 രൂപ നോട്ട് 500 രൂപ നോട്ട് പിൻവലിച്ച ആ കച്ചവട സ്ഥാപനങ്ങളെയും ജനങ്ങളെയും വൻതോതിൽ ബാധിച്ച ഈ ഒരു വലിയ പ്രഹരം വീണ്ടും അതേ തരത്തിൽ തന്നെ വലിയൊരു തലയ്ക്ക് അടി കൊടുക്കുന്ന തരത്തിൽ കേരളത്തിലെ സർക്കാർ മാറിയിരിക്കുകയാണ്. ഇതൊരു കനത്ത ആഘാതമായി ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ നടപടി അടിയന്തരമായി പിൻവലിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരം ഈ ഓഫീസിന് മുമ്പിലും കേരളത്തിലാകമാനം നടക്കും. വൈദ്യുതി മന്ത്രിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് സൃഷ്ടിക്കും. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. കേരളത്തിലെ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡ് മന്ത്രി, ആ മന്ത്രിക്ക് യാതൊരു അധികാരവുമില്ല. ചുമ്മാതെ വെറുതെ ചത്തുകുത്തി നോക്കിയിരിക്കുന്ന സാഹചര്യമാണ് പിണറായി വിജയൻ കൽപ്പിക്കുന്ന. പിണറായി വിജയൻ പണ്ട് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോ ലാവ്ലിൻ കേസ് അഴിമതി നടത്തിയതുപോലെ ഈ കൃഷ്ണൻകുട്ടിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരു വലിയ അഴിമതിക്ക് ചൂട്ട് കത്തിക്കുന്ന നടപടിയുമായി പിണറായി വിജയൻ പോയിരിക്കുകയാണ്.